നിർമ്മാണത്തിലിരുന്ന പാലം തകർന്നു വീണു. കോൺക്രീറ്റ് ചെയ്യുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ആർക്കും പരുക്കില്ല. ആർ അരുൺരാജ് വിവരങ്ങളുമായി. അരുൺരാജ്, ഹൈവേയുടെ ഭാഗമായി നിർമ്മിക്കുന്ന പാലമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. തൊഴിലാളികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആർക്കും പരുക്കില്ല. മറ്റൊരർത്ഥത്തിൽ കൂടി ഇത് ആശ്വാസകരമാണ്. കാരണം പൂർത്തിയായതിനു ശേഷം തകരുകയാണെങ്കിൽ ഒരുപക്ഷെ വലിയൊരു അപകടമായി മാറിയേനെ. അനുജ, തീർച്ചയായും ഈ പാലത്തിന്റെ നിർമ്മാണത്തിൽ അപാകതയല്ല ഈ പാലം തകരാൻ കാരണം എന്നുള്ളതാണ് നിലവിൽ ദേശീയപാത അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഈ പാലം കോൺക്രീറ്റ് ചെയ്യുന്നതിനടിയിൽ സപ്പോർട്ടിംഗ് തൂണുകൾ സ്ഥാപിച്ചിരുന്നു. ഇത് വെള്ളത്തിലാണ് സ്ഥാപിച്ചത്. ഈ പാലം കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് വെയിറ്റ് കൊണ്ട് ഈ പാലത്തിന്റെ തൂണുകൾ താഴേക്ക് മാറുകയായിരുന്നു. അങ്ങനെ ഈ തൂണുകൾ തെന്നി മാറിയതിനെ തുടർന്നാണ് ഈ കോൺക്രീറ്റ് ചെയ്യുന്നതിനിടയിൽ പാലം താഴേക്ക് ഇരുത്തിയത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു സംഭവം. ഈ പാലം കോൺക്രീറ്റ് ചെയ്യുന്നതിനായി ഉള്ള നടപടിക്രമങ്ങൾ തുടങ്ങുന്നതിനിടയിലാണ് ഈ പാലത്തിൽ ആദ്യഘട്ട കോൺക്രീറ്റ് പൂർത്തിയായി രണ്ടാം ഘട്ടം ചെയ്യുന്നതിനിടയിലാണ് ഈ ഭാരം കൊണ്ട് പാലം താഴേക്ക് ഇരുത്തുന്നത്. ആ സമയം 4 തൊഴിലാളികൾ മാത്രമായിരുന്നു പാലത്തിനുള്ളിൽ ഉണ്ടായിരുന്നത്. ഈ പാലത്തിന്റെ താഴേക്ക് ഇരുത്തുന്നത് കണ്ട് ഈ തൊഴിലാളികൾ ഇവിടെ നിന്ന് മാറിയതിനാലാണ് ഇവർക്ക് മറ്റു പരിക്കുകൾ ഏൽക്കാതിരുന്നത്. സംഭവത്തിൽ എന്തായാലും ദേശീയപാത അതോറിറ്റി അന്വേഷണം സ്വാഭാവികമായും നടത്തും എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. കൊല്ലം തേനി ദേശീയപാതയുടെ അയത്തിൽ ആണ് ഈ സംഭവം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതെ, ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മാണത്തിലിരുന്ന ഒരു പാലം അത് കോൺക്രീറ്റ് ചെയ്യുന്നതിനിടെയാണ് കൊല്ലം അയത്തിലിൽ തകർന്നു വീണത്. തൊഴിലാളികളാണ് സമീപത്തുണ്ടായിരുന്നത്. പക്ഷേ ആർക്കും പരുക്കില്ല.